24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് വൈകിട്ടാണ് പതാക ഉയരുന്നത്. കൊല്ലം ആശ്രാമം മൈതാനത്ത് 5 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ പതാക ഉയർത്തും. സമ്മേളന നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. നാളെ CPM കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. പൊതുസമ്മേളന വേദിയായ കൊല്ലത്തെ ആശ്രാമ മൈതാനിയിൽ നിന്ന് തനേഷ് തമ്പിയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നത്. തനേഷ്, തനേഷും ദീപക് ധർമ്മടം, അരുൺ രാജ് എല്ലാവരും ഉണ്ട്. ഈ കാണുന്ന 4 പേരാണ് അവിടെയുള്ള കൊല്ലം ബ്രോസ്, കൊല്ലം സ്പെഷ്യലിസ്റ്റുകൾ. അപ്പോ ഇപ്പോ നമ്മളുടെ ഒപ്പം ചേരുന്നത് തനേഷാണ്. തനേഷ്, ഇനിയിപ്പോൾ പതാക ഉയരാൻ ഏതാനും ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതിന് മുന്നോടിയായി വിവിധ റാലികൾ, പദയാത്രകളൊക്കെ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സംഗമിച്ച് പതാക ഉയരും. നാളെ പ്രതിനിധി സമ്മേളനം. ഈ സമ്മേളനത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായിരിക്കും തനേഷ്? പണ്ട് CPM സമ്മേളനം എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഉദ്വേഗമാണ്. അത്രയും ഉദ്വേഗത്തിന്റെ ഒന്നും സാഹചര്യം ഇപ്പോഴില്ല. പക്ഷേ ഈ സമ്മേളനത്തെ വിത്തൗട്ട് എനി ഉദ്വേഗം ഈ സമ്മേളനത്തെ ശ്രദ്ധേയമാക്കുന്നത് എന്തായിരിക്കും തനേഷ്? മാത്രമല്ല തനേഷ്, ഒരു കാര്യം കൂടി, ഇതിനിടയിൽ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകനായ വിജയകുമാർ ഒരു കാര്യം പറഞ്ഞു. ഇറ്റ് ഈസ് ഡിസൈഡഡ്. DECIDED. ഡിസൈഡഡ്. ഓക്കെ. SKN വിജയകുമാർ, ഹാഷ്മി, ഈ സമ്മേളനത്തിന്റെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ തുടങ്ങാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 4:00 ചിന്നക്കടയിൽ കൊടിമര, പതാക, ദീപശിഖ യാത്രകൾ എത്തിച്ചേരും. അവിടെ നിന്നും ഒരു റാലിയായിട്ടാണ് ഈ ആശ്രാമ മൈതാനത്തേക്ക് എത്തുക. ഈ ആശ്രാമ മൈതാനം അന്തരിച്ച CPIM ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെയാണ് പൊതുസമ്മേളനമൊക്കെ നടക്കുന്നത്. ഇവിടെ പതാക ഉയർത്തുന്നത് സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ KN ബാലഗോപാലാണ്. കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായ അദ്ദേഹം 5:30 പതാക ഉയർത്തും. അതോടുകൂടി ഇതിന് ഔദ്യോഗിക തുടക്കമാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. സമ്മേളന പ്രതിനിധികൾ അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൊടിമര ജാഥയും ദീപശിഖ ജാഥയും ഒപ്പം തന്നെ പതാക ജാഥയും ഇവിടെ എത്തുന്നതോടുകൂടി ഇവിടെ ജനനിബിഡമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട പൊതുപരിപാടി സ്വാഭാവികമായും അവസാന ദിവസമാണ്. അന്ന് ഈ മൈതാനം ആകെ ജനങ്ങളാൽ പാർട്ടി പ്രവർത്തകരാൽ നിറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ CPIM സമ്മേളനങ്ങൾ എല്ലാ കാലത്തും ഉദ്വേഗജനകമായിരുന്നു. അതിൽ വിഭാഗീയത ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നു. രണ്ട് പക്ഷത്ത് നിന്നുകൊണ്ട് പരസ്പരം പോർവിളിയും ഇറങ്ങിപ്പോക്കും അങ്ങനെ നാടകീയമായ ഒട്ടേറെ മുഹൂർത്തങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ സമ്മേളനത്തെ വ്യത്യസ്തമാക്കുന്നത്. കഴിഞ്ഞ സമ്മേളനം എറണാകുളത്ത് നടക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള വിഭാഗീയത പ്രവർത്തനങ്ങളൊക്കെ പൂർണ്ണമായും അവസാനിച്ചിരുന്നു. പ്രത്യേകിച്ചും സംസ്ഥാന തലത്തിൽ അങ്ങും ഇങ്ങുമൊക്കെ അവശേഷിക്കുന്ന പ്രാദേശിക തലത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കാണാതിരിക്കുന്നില്ല. എങ്കിൽ പോലും അതൊന്നും സംസ്ഥാന തലത്തിലേക്ക് ബാധിക്കുന്ന വിഷയങ്ങളല്ല. ഒറ്റക്കെട്ടായി പാർട്ടി മുന്നോട്ട് പോകുന്നു. അതിന്റെയൊക്കെ ഒരു തുടർച്ചയായിട്ടായിരിക്കണം ഒരുപക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർഭരണം സാധ്യമാകുന്നത്. ആ തുടർഭരണത്തിന്റെ തുടർച്ച ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ പ്രധാനമായും ഉയരുന്നത്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും, എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത്, എന്തൊക്കെ ഇടപെടലുകളാണ് നടത്തേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഒരു രൂപരേഖ, നവകേരള സൃഷ്ടിക്കായിട്ടുള്ള ഒരു രൂപരേഖ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ചർച്ചയ്ക്ക് പിന്നാലെയായിരിക്കും എങ്ങനെയായിരിക്കണം പുതിയ നടപടികൾ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് CPIM എത്തുക. സ്വാഭാവികമായും സംഘടനാ പ്രവർത്തന റിപ്പോർട്ടുകൾ യോഗത്തിൽ ഉണ്ടാകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഭാഗീയതകൾ ഒന്നും ഇല്ലാത്ത കാലമായതുകൊണ്ട് തന്നെ അതൊന്നും വലിയ പ്രസക്തമായി വരുന്നില്ല. അത് പാർട്ടിക്കകത്ത് തന്നെ ഉള്ള കാര്യം എന്നതിനപ്പുറത്തേക്ക് കൗതുകം ഉണർത്തുന്ന കാര്യങ്ങൾ അധികം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും അത് മാത്രമല്ല, ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിന്റെയൊക്കെ മുന്നോടിയായിട്ടുള്ള സമ്മേളനം എന്നുള്ളതിലേക്ക് തന്നെ വളരെ ഗൌരവത്തിലുള്ള ചർച്ചകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അല്പമണിക്കൂറുകൾക്കകം ഇവിടെ പതാക ഉയർത്തുന്നതോടെ ഔദ്യോഗിക തുടക്കമാകും CPIM സംസ്ഥാന സമ്മേളനത്തിന്. ഓക്കെ, താങ്ക് യു തനീഷ് തമ്പി. അവിടെ ഒരു വാചകങ്ങളുടെ ഒരു അനർഗള ധാരയായിരുന്നു. സമ്മേളനം മൊത്തം ഉൾക്കൊണ്ടിരുന്നു.